അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ് കബൂലാക്കുമാറാവട്ടെ. അശ്ശമാഇലുൽ മുഹമ്മദിയ എന്ന ഹദീസ് ഗ്രന്ഥം, അതിൻ്റെ 8ാമത്തെ ഹദീസാണ് ഇന്ന് വായിക്കുന്നത്. ഹദ്ദസന അബൂ മൂസ മുഹമ്മദ് ബിനുൽ മുസന്ന അംബഅന മുഹമ്മദ് ബിൻ ജഅഫർ അഖ്ബറന ശുഅബ അൻ സിമാക് ബിൻ ഹർബ് ഖാല സമീഅതു ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു യഖൂൽ. സിമാക് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഞാൻ കേട്ടു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു, ലലി അൽ ഫം, മുഖത്തിൻ്റെ ഷേപ്പിന് അനുയോജ്യമായ വലുപ്പം വായക്കുണ്ടായിരുന്നു. അഷ്കലൽ ഐൻ, രണ്ട് കണ്ണിൻ്റെ ഉള്ളിലെ വെളുപ്പ് ചുവപ്പ് കലർന്നതായിരുന്നു. മൻഹൂസൽ അഖിബ്, അവിടുത്തെ മടമ്പിലെ മാംസം കുറവായിരുന്നു. കാല ശുഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, ലി സിമാക് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, മാ ലലി ഉൽ ഫം, ലലി ഉൽ ഫം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മറുപടിയായി സിമാക് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അലീമുൽ ഫം, വായ വലുപ്പം എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുൽതു, ഞാൻ ചോദിച്ചു, മാ അഷ്കലുൽ ലൈൻ, അഷ്കലുൽ ലൈൻ എന്ന് പറഞ്ഞുവല്ലോ, എന്താണ് അതിൻ്റെ അർത്ഥം? സിമാക് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു ശുഅബ റളിയല്ലാഹുവിൻ്റെ ചോദ്യത്തിനായി മറുപടി പറഞ്ഞു, അഷ്കലുൽ ഐൻ എന്ന് പറഞ്ഞാൽ തവീലു ഷക്കിൽ ഐൻ, കണ്ണിൻ്റെ വിടവ് നീളമായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നേരത്തെ ഞാൻ അർത്ഥം വെച്ച സമയത്ത് അഷ്കലൽ ഐൻ എന്നതിന് കണ്ണിൻ്റെ ഉള്ളിലെ വെളുപ്പ് അല്പം ചുവപ്പ് കലർന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ സിമാക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് തവീലു ഷക്കുൽ ഐൻ എന്നാണ് അതിന് അർത്ഥം പറഞ്ഞത്. കണ്ണിൻ്റെ വിടവ് നീളമായിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ്. മുഹദ്ദിസീങ്ങൾ യോജിച്ച ഒരു അഭിപ്രായം, അഷ്കലുൽ ഐൻ എന്നതിൻ്റെ അർത്ഥം കണ്ണിൻ്റെ ഉള്ള് വെളുത്ത ഭാഗത്ത് ചുവപ്പ് കളർന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി അതല്പം അശ്രദ്ധയിൽ പറഞ്ഞതാണ് എന്നു മറ്റു ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ടും മറ്റുമായി ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഷ്കലുൽ ഐൻ എന്നതിന് കൊടുക്കേണ്ട അർത്ഥം കണ്ണിൻ്റെ ഉള്ളിലെ വെളുത്ത ഭാഗത്ത് ചുവപ്പ് കലർന്നിരുന്നു എന്ന അർത്ഥമാണ്. മാ മൻഹൂസുൽ അഖിബ്, എന്താണ് മൻഹൂസുൽ അഖിബ് എന്ന് പറഞ്ഞല്ലോ ഹദീസിൽ, അതിനെ സംബന്ധിച്ചും ശുഅബ തങ്ങൾ സിമാക് ബിൻ ഹർബ് തങ്ങളോട് ചോദിച്ചു. മഹാനവർ പറഞ്ഞു, ഖലീലു ലഹ്മിൽ അഖിബ്, അവിടുത്തെ മടമ്പിലെ മാംസം കുറവായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹദീസ് നമ്പർ 9. ഹദ്ദസന ഹന്നാദ് ബിൻ സരിയി അഖ്ബർന അബ്സർ ബിനുൽ ഖാസിം അൻ അഷ്അസ ബിൻ സവ്വാരി അൻ അബി ഇസ്ഹാഖ് അൻ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു, ഫീ ലൈലത്തി ഇൽഹിയാൻ, ചന്ദ്രൻ നല്ല പ്രകാശിച്ച സമയത്ത്, നല്ല പ്രകാശമുണ്ട് ചന്ദ്രന്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ, അവിടുത്തെ ചുമരിൽ ചുവന്ന ഒരു ഷാളുണ്ട്. ഫജഅൽതു അൻളുർ ഇലൈഹി, നബിയിലേക്ക് ഞാൻ നോക്കി, വ ഇലൽ ഖമരി, ചന്ദ്രനിലേക്കും ഞാൻ നോക്കി. ചന്ദ്രനിലേക്ക് ഞാൻ നോക്കി, നബിയിലേക്ക് നോക്കി, മാറി മാറി ഞാൻ ഇങ്ങനെ നോക്കി. ഫലഹുവ ഇൻദി അഹ്സനു മിനൽ ഖമർ, എനിക്ക് ബോധ്യപ്പെട്ടു, എനിക്ക് മനസ്സിലായി, ചന്ദ്രനേക്കാൾ എത്രയോ സൗന്ദര്യമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. ചന്ദ്രൻ പോലും തോറ്റുപോകുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഹദീസ് നമ്പർ 10. ഹദ്ദസന സുഫ്യാൻ ബിൻ വക്കിഅ ഹദ്ദസന ഹുമൈദ് ബിൻ അബ്ദിർ റഹ്മാൻ റുആസി അൻ സുഹൈർ അൻ അബി ഇസ്ഹാഖ് ഖാല, അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, സഅല റജുലുൻ അൽ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു, ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അകാന വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്ല സൈഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വാള് പോലെയാണോ എന്ന് പറഞ്ഞാൽ വാളിനോടാണോ ഉപമിക്കേണ്ടത്? ഖാല, ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, വാളിനോടല്ല ഉപമിക്കേണ്ടത്, ബൽ മിസ്ലുൽ ഖമർ, ചന്ദ്രനെ പോലെയാണ്, കൊണ്ടുള്ള തിളക്കമുള്ള ചന്ദ്രനോട് ഉപമിക്കലാണ്
നീളമുള്ള തിളക്കമുള്ള വാളിനോട് ഉപമിക്കുന്നതിനേക്കാൾ ഭംഗി എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹദ്ദസന അബൂ ദാവൂദ് അൽ മസാഹിഫിയു സുലൈമാൻ ഇബ്നു സൽം അഖ്ബർന നളർ ഇബ്നു ശുമൈൽ അൻ സ്വാലിഹ് ഇബ്നു അബിൽ അഖ്ളർ അൻ ഇബ്നു ശിഹാബ് അൻ അബി സലമ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബിയൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു അബിയൽ, വെളുത്ത ആളായിരുന്നു, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആൾ എന്നർത്ഥത്തിൽ. കന്നമ സീഗ മിൻ ഫിദ്ദ, വെള്ളി കൊണ്ടുണ്ടാക്കപ്പെട്ട ആളെപ്പോലെ എന്ന് പറഞ്ഞാൽ ഒരാളെ വെള്ളി കൊണ്ടുണ്ടാക്കിയെന്ന് സങ്കല്പിച്ചാൽ ആ വെള്ളിയുടെ തിളക്കം എന്നതുപോലെ തിളങ്ങുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. റജില ഷഅറിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു മുടി നന്നായി ചുരുണ്ടതല്ല, എന്നാൽ നേർത്ത് നീളമുള്ള പാറിക്കളിക്കുന്ന മുടിയുമല്ല. ഇതിൻ്റെ മധ്യനിലയിലുള്ള അവസ്ഥയാണ് റജില ഷഅർ എന്ന് ഹദീസുകളിൽ പരാമർശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യവും അസാധാരണത്വമാണ്. നന്നായി ചുരുണ്ടോ എന്ന് പറഞ്ഞാൽ ചുരുണ്ടിട്ടില്ല, എന്നാൽ തീരെ ചുരുളാതെ നീണ്ട് നേർത്ത് പാറിക്കളിക്കുന്ന മുടിയാണോ അതുമല്ല, മധ്യനിലയിലുള്ളതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യവും വിവരിക്കുന്നിടത്ത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പലതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ ഉണ്ടാകും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.